ഇന്ന് നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്ട്രിങ് എന്താണെന്ന് നമ്മൾ ക്ലാസ്സിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ ട്രീറ്റഡ് ആസ് എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന എനി ക്യാരക്ടർ വി ക്യാൻ സേ ലൈക്ക് എ സ്ട്രിങ്. ഓക്കെ, in our slide, those words which is represented in double quotes like file name or output string, that is an example for string. Okay, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് സ്ട്രിങ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നെയിംസ്, ഒബ്ജക്റ്റീവ്സ്, ഐഡൻറ്റിഫയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ് ഇൻക്ലൂഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്ട്രിങ്, കമ്പൈനിങ് സ്ട്രിങ് ടുഗദർ, കോപ്പിയിങ് വൺ സ്ട്രിങ് ടു അനദർ, കമ്പയറിംഗ് സ്ട്രിങ് ഫോർ ഇക്വാലിറ്റി ആൻഡ് എക്സ്ട്രാക്റ്റിംഗ് എ പോർഷൻ ഓഫ് സ്ട്രിങ്. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രിങ് ജനറലി യൂസ് ചെയ്യാം. The outline of the presentation that I am dealing here is what do we mean by string, that we'll discuss. Representation in C, string literal, variables, input output strings, that is printf, scanf, gets, f, gets put, f puts, etc. Then we will discuss some of the string function, str length. ഞാനത് ക്ലാസ്സിൽ പറഞ്ഞു, it is used for measure the length of a string. So similarly some functions which is used in the string also that we discuss, that list is given there, and reading from printing to string, etc. we will be dealing. For example, we can say like sprintf and scanf, etc. Strings are not explicit type. Instead, strings are maintained as array of character. So simply we can say that array are stored in character, and array can be of any length, and the string should indicate a delimiter, the 0 character which is shown like within a quote /0 symbol. We have to terminate a string. And example ആണ് കൊടുത്തിരിക്കുന്നത്, a string എന്ന് എഴുതുന്നത് a space string, at the end we have to give a delimiter symbol. Now we can discuss about string literals. String literals are values are represented by sequence of character between double quotes that we already discussed. And example ആയിട്ട് within double quotes ഒന്നും എഴുതാതെ ഇട്ടിട്ടുണ്ട്, that is an example of empty string. Then how we represent hello in a string within double quotes we can say. So one more difference is that double quotesലെയും with respect to single quotesലെയും എന്താണെന്ന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഡബിൾ കോട്ട്സിലുള്ളത് സ്ട്രിങ്ങും സിംഗിൾ കോട്ട്സിലുള്ളത് ക്യാരക്ടർ റെപ്രസെൻറ്റേഷനും ആണെന്നാണ്. സോ എ ഈസ് എ സിംഗിൾ ക്യാരക്ടർ വാല്യൂ സ്റ്റോർഡ് ഇൻ വൺ ബൈറ്റ് ആസ് എ ASCII value of for a, and the value represented within double quotes a is a array with two characters. The first is a, the second is the character value which is terminated by /0. Now we will discuss about a duplicate string literal. അതിൽ each string literals in a C program is stored in different location. That means അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. So even if string literal containing the same string, they are not equal. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ സ്ട്രിങ് 6 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ് 6 എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് കൊടുത്തതും ക്യാരക്ടർ സ്ട്രിങ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത് ഹലോ എന്ന് കൊടുക്കുന്നത് സെയിം അല്ല, ബിക്കോസ് ദേ ആർ സ്റ്റോർഡ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻ. ഓക്കെ, ബിക്കോസ് ഓഫ് ദാറ്റ് സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം സെയിം അല്ല എന്നാണ് പറയുന്നത്. നൗ വി വിൽ ഡിസ്കസ് how to declare and initialize string variable. As we discussed in the class, allocating an array of size large enough to hold the string, that is +1 എക്സ്ട്രാ വാല്യൂ ഫോർ ഡീലിമിറ്റർ. ഇപ്പം 5 ആണെങ്കിൽ ഒരു വാല്യൂ നമ്മൾ കൂടുതൽ കൊടുക്കണം, കാരണം ഡീലിമിറ്റർ /0 വാല്യൂയും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതിനെ കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഗീവ് വൺ മോർ എക്സ്ട്രാ വാല്യൂ ഫോർ ഡീലിമിറ്റർ. അതിന് എക്സാമ്പിളായിട്ട് നമ്മളിപ്പം സ്ട്രിങ്ങിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാരക്ടർ സ്ട്രിങ് _നെയിം സൈസ്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് എന്ന് പറഞ്ഞ സ്ട്രിങ് നെയിമാണ്, അതുപോലെ തന്നെ സൈസ് എത്രയാണെന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് സിറ്റി ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ക്യാരക്ടർ ആയിട്ടുള്ള 10 സിറ്റികളുടെ പേരായിരിക്കാം. എക്സാമ്പിൾ ഇനിഷ്യലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്യാരക്ടർ സ്ട്രിങ് 6നെ നമ്മൾ ഹലോ എന്ന് ഡബിൾ കോട്ട്സിൽ കാണിക്കുക, പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ ക്യാരക്ടർ സ്ട്രിങ് 2 STR2 നള്ളായിട്ട് കാണിച്ചാൽ നമുക്ക് ഹലോ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാൻ പറ്റും. 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോയിൽ 6 ലൊക്കേഷൻ്റെ അത് സേവ് ചെയ്യും. നള്ളായിട്ട് കാണിച്ചിട്ട് അതിനെ ആ നള്ളിൻ്റെ അകത്ത് എന്താണ് ഹലോ എന്ന് കാണിക്കണതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. അല്ലെങ്കിൽ ക്യാരക്ടർ സ്ട്രിങ് 6 എന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റും HELLO അതൊക്കെ ഇൻഡിവിജ്വലി സിംഗിൾ കോട്ട്സിൽ കാണിച്ചിട്ട് ടെർമിനേറ്റ് ചെയ്താലും നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ആർ ദ ഡിഫറെൻറ്റ് വേ ഓഫ് ഇനിഷ്യലൈസിങ് സ്ട്രിങ് ഇൻ എ പ്രോഗ്രാം. One thing that we have to consider is that a constant in that space it is connected to cannot be changed. That is STR1ഉം STR2ഉം ഈക്വൽ അല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ലൊക്കേഷനിലാണെന്നുള്ളത്. ആൻഡ് ഈ ഒരു പ്രാവശ്യം STR1 = STR2 is not allowable, but we can copy the content of STR2 to STR1 or move later. So that option is possible, but STR1 is not equal to STR2. Okay. Some examples of how we will write a string
in a program is represented now. That is എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. We can easily represent like char str10 equal to good. That is permitted because good is having a location requirement of 4, but we already defined a higher number, that is 10, for the string length. Okay, so that is permitted. And however, char str2 within matrix 3 is equal to good is not permitted. That will be result in termination of or error in the program while it is running. One of the important point is that we cannot separate the initialization from declaration. That is char str35 and we can say like str3 equal to good. So we can't separate that initiation, formation and declaration statement. Okay, that is one of the main point of string. പിന്നെ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് സം ഓഫ് ദ റോങ് സിൻടാക്സ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ സ്ട്രിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. char s14 ഈക്വൽ ടു abc എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം സോ ദീസ് 3 തിങ്സ് ആർ ദ റോങ് representation in strings. These examples depicts the usual mistakes that we done during programming while handling strings. Okay, we will be going through the next slide. Actually it is a query like why do we need a terminating null character? So the answer is given. Actually a string is not a data type in C, but it is considered a data structure stored in an array. The string is a variable length structure and is stored in a fixed length array. The array size is not always the size of the string and most often it is much larger than the string stored in it. Therefore, the last element of the array need not represent the end of the string. We need some way to determine the end of the string data and the null character serve as the end of the string. Now we will discuss how to change the string variables. Some examples are given. Actually the first case, that is char str16 equal to hello. If we provide str of 0th position is equal to y, then hello will become hello. H will be replaced by y in this case. Similarly, str4 equal to a null matrix 0. If you provide like this in a program, that hello will be changing into yellow at that stage. yell, the o will be a null matrix, it will be 0. So only yell will be displayed. These are the examples for string changing variables. Reading string from terminal, that is we can use %s field specification in scanf to read a string. Actually some peculiarity of string is that it ignore leading white space, read character until next white space encountered, and c store null char after last non-white space character. One example for scanf function of a string is been given. അതിൽ നമ്മളൊരു പെക്യുലാരിറ്റി നോക്കുന്ന %s എന്ന് കൊടുക്കുന്നത് സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇതുവരെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പ്രിൻ്റ് സ്കാനഫ് കൊടുക്കുമ്പോൾ ഒരു ആൻഡ് ഓപ്പറേറ്റർ കൊടുക്കുന്നുണ്ട്. സ്ട്രിങ്ങിൽ നമ്മളത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. That is one peculiarity. And one more thing is that we can also specify the field width using the form %ws in the scanf statement for reading a specific number of character from the input string. And example at scanf within percentage symbol double quotes ws comma name എന്ന് കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം വിഡ്ത്ത് ഓഫ് ദ സ്ട്രിങ് നമുക്ക് ഒരു പ്രോഗ്രാമിൽ റൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കോഡാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് കൺസിഡർ ദിസ് എക്സാമ്പിൾ, ദാറ്റ് ഈസ് ക്യാരക്ടർ നെയിം 11 scanf %10s നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറേയുടെ സൈസ്, ക്യാരക്ടർ അറേയുടെ സൈസ് 11ഉം സ്കാനഫ് ചെയ്യേണ്ടത് 10 ക്യാരക്ടേഴ്സുമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു റിമെമ്പർ ദാറ്റ് വിച്ച് ഷുഡ് ബി 1 ലെസ് ദാൻ ദ സൈസ് ഓഫ് അറേ. ഫീൽഡ് സ്പെസിഫിക്കേഷനേക്കാൾ ഷോർട്ടർ ആയിട്ടുള്ള അറേ പക്ഷേ റീഡ് ചെയ്യും. പക്ഷേ ഇപ്പം അറേ സൈസ് ഇപ്പോൾ 11 എന്ന് കൊടുത്താലും ആദ്യത്തെ 10 ക്യാരക്ടേഴ്സ് മാത്രമേ റീഡ് ചെയ്യുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് 11 അക്ഷരങ്ങളുള്ള ഒരാളുടെ പേരിന് 11 അക്ഷരം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 10 ആദ്യത്തെ 10 അക്ഷരം മാത്രമേ അത് റീഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഇതുവരെ നമ്മൾ സ്ട്രിങ്ങും വിഡ്ത്ത് ഓഫ് സ്ട്രിങ്ങും പഠിച്ചു. അതിന് % എന്നും അതുപോലെ തന്നെ %ws എന്നുമാണ് കാണിക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ പെക്യുലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ക്യാൻ റീഡ് സ്ട്രിങ് വിത്തൗട്ട് വൈറ്റ് സ്പേസസ് ആണ്. പക്ഷേ ദർ ആർ കേസസ് വെയർ വി നീഡ് ടു റീഡ് സ്പേസസ് ഓൾസോ. സോ ദാറ്റ് കണ്ടീഷൻ ഓർ കോഡ് ഈസ് റെപ്രസെൻറ്റഡ് ബിലോ. ഇങ്ങനെയുള്ള ഒരു കോഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ക്യാരക്ടർ നെയിം 10 റിച്ച് എന്ന് കൊടുത്തു. എന്നിട്ട് പ്രിൻ്റ് എഫ് കൊടുക്കുമ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത്
എന്താണ് നമ്മൾ കൊടുക്കുന്നത് അത് വരും. നെയിം എന്ന് വെച്ചാൽ റിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ റിച്ച് എന്ന് വരും. ഇപ്പം ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ മറ്റേ മോഡലസ് പോലത്തെ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് മോഡലസ് റിച്ച് എന്ന് വരും. അപ്പോൾ നമുക്ക് ഒരു സ്പേസ് ഇടണമെന്നുണ്ടെങ്കിൽ ആ പ്രിൻ്റ് എഫിൻ്റെ അടുത്ത് ഒരു വാല്യൂ അങ്ങ് കൊടുത്താൽ 10 എന്നോ 5 എന്നോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സ്പേസ് വരും. അതുപോലെ തന്നെ ഒരു റിച്ച് കഴിഞ്ഞിട്ടാണ് സ്പേസ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ഫ്ലാഗ് ടു ലെഫ്റ്റ് ജസ്റ്റിഫിക്കേഷന് വേണ്ടി നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ മതി, നെഗറ്റീവ് 10s എന്ന് കൊടുത്താൽ മതി പ്രിൻ്റ് എഫിൻ്റെ അകത്ത്, അപ്പോൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വരുന്നതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഓഫ് എ സ്ട്രിങ് ക്യാൻ ബി നമുക്ക് എന്താ പറയുക ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. We will moving to arithmetic operations on character. We know that when a character constant or a character variable is used in an expression, it is automatically converted into integer value by the system. അതിന് ആസ്പദമായിട്ട് 2-3 എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് യു ക്യാൻ സോൾവ് ഇറ്റ് ഇൻ യുവർ ഹൗസ്. ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ സി കമ്പൈലറിൽ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാം, ലാസ്റ്റ് പോയിൻ്റാണ്. സി ഹാസ് എ ഫംഗ്ഷൻ അറ്റോയി ദാറ്റ് കൺവേർട്ട് എ സ്ട്രിങ് ഓഫ് ഡിജിറ്റ് ഇൻ ടു ദെയർ ഇൻറ്റിജർ വാല്യൂ. അപ്പോൾ സപ്പോസ് നമ്പർ എന്ന് പറയുന്നത് 1988 നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇയർ ഇസിക്കൽ ടു അറ്റോയി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കൺവേർട്ട് എ സ്ട്രിങ് ഓഫ് ഡിജിറ്റ് ഇൻ ടു ദെയർ ഇൻറ്റിജർ വാല്യൂ. അപ്പോൾ അറ്റോയി എന്നുള്ള ആ വാക്ക് ഓർത്ത് വയ്ക്കുക, ദാറ്റ് ഇസ് എ ഫംഗ്ഷൻ. സോ അതേപോലെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. ഇനി ആക്ച്വലി നമുക്ക് പുട്ടിങ് സ്ട്രിങ്സ് ടുഗദർ, 2 സ്ട്രിങ്ങിനെ ഒരുമിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനെ നമ്മൾ ടെക്നിക്കലി പറയുന്ന പേരാണ് കോൺകാറ്റിനേഷൻ എന്നാണ് പറയുന്നത്. അതിൽ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ലൈൻ, ദാറ്റ് ഈസ് സ്ട്രിങ് 3 ഈക്വൽ ടു സ്ട്രിങ് 1 പ്ലസ് സ്ട്രിങ് 2 എന്നൊരിക്കലും നമ്മൾ സ്ട്രിങ്ങിൻ്റെ കാര്യത്തിൽ എഴുതില്ല. നമ്മൾ പണ്ട് A ഈക്വൽ ടു B പ്ലസ് C എന്നൊക്കെ ചിലപ്പോൾ പ്രോഗ്രാമിൽ എഴുതാം. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ വി ആർ മൂവിങ് ടു സം കോർ ഓഫ് ദിസ് പെർട്ടിക്കുലർ സെഷൻ, ദാറ്റ് ഈസ് സ്ട്രിങ് മാനിപ്പുലേഷൻ. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രിങ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ നമുക്കറിയാം. ഇതിൽ സ്ട്രിങ് strlen എന്നുള്ളത് ലെങ്ത് ഓഫ് എ സ്ട്രിങ്, ഒരു സ്ട്രിങ് കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാൻ, എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് അറിയാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ strcpy, strcmp, str എന്നൊക്കെ ഉള്ളത് നമ്മൾ ആക്ച്വലി ഇനി വരുന്ന സെഷൻസിൽ നോക്കും. strlen എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് എ സ്ട്രിങ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു സ്ട്രിങ്ങിനെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലെങ്ത് ഈക്വൽ ടു strlen ഓഫ് സ്ട്രിങ് നമ്പർ 1 എന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ strcpy ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഫംഗ്ഷൻ കോപ്പി ദ സ്ട്രിങ് സോഴ്സ് ടു സ്ട്രിങ് ഡെസ്റ്റിനേഷൻ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ strcpy ബ്രാക്കറ്റിൻ്റെ അത് str2 str1 എന്നോ 1 എന്നോ 2 എന്നോ തിരിച്ചു കൊടുക്കാം. അപ്പം ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇനി 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് strcmp എന്ന് കൊടുക്കുന്നത്. അതിനെ ജനറലി നമ്മൾ കൊടുക്കുന്നത് strcmp ബ്രാക്കറ്റിൻ്റെ അത് സ്ട്രിങ് നമ്പർ 1 സ്ട്രിങ് നമ്പർ 2 എന്നാണ്. അപ്പോൾ 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്തിട്ട് എത്ര ക്യാപിറ്റലുണ്ട്, എത്ര സ്മോൾ ലെറ്റർ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രിങ്ങിനെ കുറിച്ചുള്ള ബേസിക്സ്. ഇതാണ് ജനറലി യൂസ്ഡ് ഫംഗ്ഷൻ ഇൻ എ സ്ട്രിങ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഒരു ബേസിക് കിട്ടി കാണും. അപ്പോൾ ആക്ച്വലി വി ആർ മൂവിങ് ടു സം കോഡിങ് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. ആക്ച്വലി ഈ പ്രോഗ്രാമിൻ്റെ മോട്ടോ എന്ന് വെച്ചാൽ ഔട്ട്പുട്ടായിട്ട് ടെസ്റ്റ് എന്ന് ഒരു സ്ട്രിങ് ഔട്ട്പുട്ടായിട്ട് കാണിക്കണം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ stdio.h വോയിഡ് മെയിൻ ഒക്കെ കൊടുത്തിട്ട് ക്യാരക്ടർ ടെസ്റ്റ് 5 എന്ന് കൊടുത്ത് 5 സൈസുള്ള ക്യാരക്ടറാണ്. എന്നിട്ട് 0 തൊട്ട് 4 ലൊക്കേഷൻ വരെ നമ്മൾ T എന്നും S എന്നും T എന്നൊക്കെ ഒരു ക്യാരക്ടറായിട്ട് കൊടുക്കുക. അപ്പം ഡബിൾ കോട്ട്സിലല്ല കൊടുത്തിരിക്കുന്നത്, ക്യാരക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഡബിൾ കോട്ട്സിൽ വിളിക്കാം, അത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് 4 വരെ കൊടുത്തു. ലാസ്റ്റ് ലൊക്കേഷൻ നമ്മൾ 0 ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റ് എഫ് കൊടുക്കുന്ന സമയത്ത് %n ടെസ്റ്റ് എന്ന് കൊടുത്തു. ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം സ്ട്രിങ് എന്നാണ്. അപ്പം നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ടെസ്റ്റ് എന്ന് ഇങ്ങനെ വരും. ദിസ് ഈസ് വൺ വേ ഓഫ് റെപ്രസെൻറ്റിങ് ദ സ്ട്രിങ് ഇൻ എ പ്രോഗ്രാം. ഇനിയൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുക്കുന്നതിന് പകരം ഫസ്റ്റ് നമ്മൾ കൊടുക്കുമല്ലോ ക്യാരക്ടർ ടെസ്റ്റ് 5 എന്ന് കൊടുത്ത് ടെസ്റ്റ് എന്ന് ഡബിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡബിൾ കോട്ട്സിൽ കാണിക്കുന്നതൊക്കെ സ്ട്രിങ് ആണെന്നറിയാം. എന്നിട്ട് അത് പ്രിൻ്റ് എഫ് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ കൊടുത്താലും നമുക്ക് കിട്ടുന്നത് ടെസ്റ്റ് എന്ന് തന്നെ ആയിരിക്കും റൺ ചെയ്യുമ്പം ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഔട്ട്പുട്ട് ടെസ്റ്റ് എന്നുള്ള T ഒരു ലൈനിൽ, E ഒരു ലൈനിൽ, S ഒരു ലൈനിൽ അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്കറിയുന്ന പോലെ തന്നെ ഫോർ ലൂപ്പ് കൊടുക്കുക. ഈ ഒരു കോഡിൽ തന്നെ ഫോർ i = 0, i less than n-ൻ്റെ അടുത്ത് 5 അല്ലേ കൊടുത്തിരിക്കുക. അപ്പം i less than 5, i++ കൊടുക്കുക. എന്നിട്ട് പ്രിൻ്റ് എഫ് ഡബിൾ കോട്ട്സ് T %d ഇൻ എ മെട്രിക്സ് ഫോം ഈക്വൽ ടു %c എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഐട്രേഷനും ടെസ്റ്റ് ഐയും കൊടുത്തു. അപ്പോൾ എന്താ പറ്റുന്നത്, ഫോർ ലൂപ്പ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും അത്
നെക്സ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ കിട്ടി? നേരത്തെ നമുക്ക് ടെസ്റ്റ് എല്ലാം ഒരു ലൈനിൽ കിട്ടി. ഇപ്പം T0 1 2 3 4 അങ്ങനെ 4 ലൊക്കേഷനിലായിട്ട് നമുക്ക് ഓരോ ക്യാരക്ടറും കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെൻറ്റൻസ് എങ്ങനെ സ്ട്രിങ് ആയിട്ട് എടുക്കാമെന്നാണ്. അപ്പോൾ ഈ കോഡിൽ തന്നെ ക്യാരക്ടർ ടെസ്റ്റ് 2 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സം ബിഗ് ലോങ് സ്ട്രിങ് എന്ന് ആണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് കൊടുത്തു. അപ്പോൾ ആ സാധനം അതുപോലെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് test2 പ്രിൻ്റ് എഫ് കൊടുത്തിട്ട് test2 %s/n test2 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സം ബിഗ് ലോങ് സ്ട്രിങ് എന്നാണ്. ഓക്കെ, അപ്പം ഇതേപോലെയാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് സ്ട്രിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. കുറച്ച് ഫങ്ഷൻസ് നമ്മൾ നോക്കിയില്ലായിരുന്നു, സ്ട്രിങ് ലെങ്തും അങ്ങനെയൊക്കെ. അപ്പം അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫങ്ഷൻസ് വിളിക്കണമെങ്കിൽ #include string.h എന്നുള്ളത് നമ്മൾ മുകളിൽ ഹെഡർ ഫയൽസ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഫങ്ഷൻസ്, ഇപ്പോൾ നമ്മളൊരു കുറച്ച് ഫങ്ഷൻസ് നോക്കിയില്ലേ, ലെങ്ത് കണ്ടുപിടിക്കാൻ, കമ്പയർ ചെയ്യാനൊക്കെ സ്ട്രിങ്ങിൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അത് കോൾ ചെയ്യണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ഹെഡർ ഫയൽ നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കണം. അത് നമ്മൾ കൊടുത്തിട്ട് നേരത്തെ ഉള്ളതെല്ലാം കമൻറ്റ്സ് ആയിട്ട് സേവ് ചെയ്തു, കാരണം അത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വരരുത്. ഓക്കെ, എന്നിട്ട് ക്യാരക്ടർ മൈ സ്ട്രിങ് എന്നൊരു പേര് കൊടുത്തിട്ട് സം സ്ട്രിങ് എന്ന് പറഞ്ഞ് 3-4 എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തു. ഇൻറ്റ് ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ strlen മൈ സ്ട്രിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സം സ്ട്രിങ് എന്ന് നമ്മൾ എഴുതിയതിൻ്റെ സ്ട്രിങ് ലെങ്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടും. സോ നമ്മളത് പ്രിൻ്റ് എഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് എഫ് ഇസിക്കൽ ടു ഡബിൾ കോട്ട്സിനകത്ത് ലെങ്ത് കൊടുത്തു, %d/n കൊടുത്തു, ലെങ്ത് എന്ന് കൊടുത്തു. എന്നിട്ട് ഈ കോഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് അതിൻ്റെ അകത്തുള്ള സ്ട്രിങ് ലെങ്ത് എന്നാണ്. നമ്മളത് സം സ്ട്രിങ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ സം എന്ന് വെച്ചാൽ 4ഉം പിന്നെ ഒരു സ്പേസിൻ്റെ ലൊക്കേഷൻ കൂട്ടും. അപ്പോൾ 5th ദെൻ സ്ട്രിങ് 6 7 8 9 10 11 12 13 14. സോ 14 ആണ് സ്ട്രിങ് ലെങ്ത് വരുന്നത്. അതിൽ സ്പേസിൻ്റെ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹൗ ടു കാൽക്കുലേറ്റ് strlen എന്ന് വെച്ചാൽ സ്ട്രിങ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണത്. അത് ആക്ച്വലി ഒരു ഫങ്ഷൻ ഇൻ സ്ട്രിങ് ആണ്. ഓക്കെ, ഇനി നമുക്കൊരു ഈ കോഡിൽ തന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം. ദാറ്റ് ഈസ് നമ്മളെ സം സ്ട്രിങ് എന്നുള്ളതാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കയ്യിലുള്ള സ്ട്രിങ്. ബാക്കിയെല്ലാം നമ്മൾ കമൻ്റ് ആക്കി വെച്ചല്ലോ. അതിൽ സം സ്ട്രിങ്ങിൽ എത്ര എസ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക്. എങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഇതിപ്പോൾ മൾട്ടിപ്പിൾ എലമെൻ്റ് ആണ്. സം സ്ട്രിങ്ങിൽ കുറേ 14 എലമെൻ്റ് ഉണ്ടല്ലോ, 14 ലൊക്കേഷൻ ഉണ്ട്. അപ്പം നമ്മളത് ഫോർ ലൂപ്പ് വെച്ചിട്ട് for i = 0 i less than ലെങ്ത് എന്ന് കൊടുത്തു, i++ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ്. കണ്ടീഷൻ കൊടുക്കാൻ ഇഫ് മൈ സ്ട്രിങ് i = s സ്മോൾ s, ഈ 2 വരെ ഇട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഓർ സിമ്പിളാണ്, നമ്മളറിയാം, അത് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് മൈ സ്ട്രിങ് i = S എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കണ്ടീഷൻ കൊടുത്തു. നമ്മൾ ആക്ച്വലി ആദ്യം ഇനീഷ്യൽ കണ്ടീഷനായിട്ട് കൗണ്ട് s എന്നുള്ള കണ്ടീഷൻ കൊടുക്കണം. ഈ 0 ആയിട്ട് അസ്യൂം ചെയ്യും. നമുക്ക് അറിയാത്ത കാര്യം 0 എന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൗണ്ട് s++ എന്ന് കൊടുത്തു. അപ്പം ഓരോ തവണയും 14 ക്യാരക്ടർ ഉള്ളതിൻ്റെ ഓരോ തവണയും നമ്മൾ അത് റീകളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആദ്യത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റ്, മൂന്നാമത്തെ എലമെൻറ്റ്, അങ്ങനെ സം സ്ട്രിങ്ങിൻ്റെ ഓരോ എലമെൻറ്റ് 0th പൊസിഷൻ 1th പൊസിഷൻ അങ്ങനെ നോക്കിയിട്ട് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് കാണിക്കണം ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹാർട്ട് കണ്ടീഷൻസും ഫോർ ലൂപ്പും ഇഫ് ലൂപ്പും ഓക്കെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിൻ്റ് എഫ് കൊടുത്തു. എന്നിട്ട് റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തായാലും സ്ട്രിങ് എത്ര എസ് ഉണ്ടെന്നുള്ളത് നേരത്തെ തന്ന ആ സ്ട്രിങ് ലെങ്തിൽ എത്ര എസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് നമ്മളിപ്പോൾ റൺ ചെയ്യുന്നില്ല. അവസാനം നമുക്ക് ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു സ്വാപ്പിങ്ങും കൂടെ നമുക്ക് ചെയ്യണമെന്ന്. അപ്പം ക്യാരക്ടർ S1 എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ട് ഒരു മെട്രിക്സ് അറേ കൊടുത്തിട്ട് അതിനെ മൈ സ്ട്രിങ് ടു കോപ്പി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുമ്മാ നമ്മൾ ഒരു ക്യാരക്ടർ ലെങ്ത് ക്യാരക്ടർ S2 50 എന്നുള്ളൊരു മെട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ട് strcpy അത് യൂസ് ചെയ്യുന്നത് strcpy യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കോപ്പി ചെയ്യാനാണ്. അപ്പം S2ലേക്ക് S1 കോപ്പി ചെയ്യണം. മൈ സ്ട്രിങ് ടു കോപ്പി എന്നുള്ളത് S2ൽ കാണിക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്നിട്ട് അതിനെ strcpy S2 S1 എന്ന് കൊടുത്തിട്ട് പ്രിൻ്റ് എഫ് ചെയ്തു. അപ്പം നമുക്ക് ആദ്യം ലെങ്ത് കിട്ടി. അത് നേരത്തെ കിട്ടിയതാണ്. S എത്ര കൗണ്ട് ഉണ്ടെന്നുള്ളത് 2 ആണ് മൈ സ്ട്രിങ്ങിൽ. അതുപോലെ തന്നെ S1 S2ൽ കോപ്പി ആയിട്ട് മൈ സ്ട്രിങ് ടു കോപ്പി എന്ന് S2ൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ഫോർ ടുഡേ സെഷൻ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.